കെ പി നൗഷാദ്, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം നേരിടാൻ പോകുന്ന വിഷയം ഏതാണ് എന്ന് പ്രകാശൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ പത്മജ വേണുഗോപാലിന്റെ BJP-യിലേക്കുള്ള കൂടുമാറ്റത്തെ കുറിച്ച് മാത്രമല്ല, അത് ഇനിയിപ്പോൾ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ നരേന്ദ്രമോദി പ്രകീർത്തനത്തെക്കുറിച്ചാണെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് പോയത് സംബന്ധിച്ച കാര്യമാണെങ്കിലും, അതല്ലെങ്കിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ കാര്യമാണെങ്കിലും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കാര്യമാണെങ്കിലും, BJP-യുമായി അടുത്തു നിൽക്കുന്ന നേതാക്കൾ ആണ് ഈ മുന്നണിയെ നയിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വോട്ട് പിടിക്കാൻ പോകുന്നത് ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും. അതിനെ പ്രതിരോധിച്ച് നീങ്ങുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണോ? പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലിൻ്റെ കൂറുമാറ്റത്തിന് തൃപ്തികരമായ ഒരു രാഷ്ട്രീയ വിശദീകരണം നൽകാൻ കഴിയുമോ? AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയി എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെ എങ്ങനെയാണ് UDF ക്യാമ്പ് നേരിടാൻ പോകുന്നത്? BJP-യുമായി സന്ധി ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന ആക്ഷേപത്തെ നിങ്ങൾ എങ്ങനെ നേരിടും? ഗോപികൃഷ്ണ, ഏതെങ്കിലുമൊക്കെ കോതമാർ വായി തോന്നിയതൊക്കെ പാടുന്നത് അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ, പുച്ഛത്തോടെ, നിന്ദയോടെ അവഹേളിച്ച് തള്ളിക്കളഞ്ഞ് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. വല്ല കഥയോ കഴമ്പോ ഈ പറയുന്ന കാര്യത്തിലുണ്ടോ? നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും തൂക്കമുള്ള ആളാണ് കഴിഞ്ഞ ദിവസം പോയ പത്മജ വേണുഗോപാൽ. ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ മുൻ മന്ത്രിമാരോ മുൻ MLA-മാരോ ഈ പത്മജ അടക്കമുള്ള ആളുകളുടെ ചരിത്രം എടുത്താൽ BJP-യിലേക്ക് പോയിട്ടില്ല. അത് CPM-ൽ നിന്നാണ് പോയിട്ടുള്ളത്. വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനും ഒക്കെ അടക്കമുള്ള ആളുകൾ. ഞാനിനി വേറൊരു കാര്യം പറയട്ടെ, BJP-ക്കെതിരെയാണ് പോലും CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നവർ പറയുകയാണ്. ഈ രാജ്യത്തെവിടെയെങ്കിലും ഒരു സീറ്റിലെങ്കിലും BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും ഒരു പിണറായി വിജയൻ്റെ ഭക്തനെയോ പാർട്ടിക്കാരനെയോ CPM-കാരനെയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഈ പറഞ്ഞ 540-ലധികം വരുന്ന സീറ്റുകളിൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ CPM-ഉം BJP-യും മുഖാമുഖം ഏറ്റുമുട്ടുന്നുണ്ടോ? അവരാണ് പോലും ഇവിടെ BJP-ക്കെതിരെ ഏറ്റുമുട്ടുന്നത്. ഈ ഉത്തരം താകുന്ന പല്ലികളുടെ ഇതുപോലുള്ള ഗീർവാണങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊന്നൊരു ചോദ്യത്തിൻ്റെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ CPM-ന്റെ കേരളത്തിലെ മുന്നണിയിലെ ജനതാദൾ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് കർണാടകയിൽ അത് BJP-യുടെ സഖ്യകക്ഷിയാണ്. അവിടെ ദേവഗൗഡ പാർട്ടി BJP-യിലേക്ക് മാറുന്ന സമയത്ത് പറഞ്ഞത് കേരളത്തിലെ പിണറായി വിജയനായിട്ട് സംസാരിച്ച് സമ്മതം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അത് നേരിയ ഒരു നിഷേധക്കുറിപ്പല്ലാതെ എന്തെങ്കിലും ഒരു നടപടി പിണറായി വിജയൻ സ്വീകരിച്ചോ? സ്വന്തം മുന്നണിയിൽ നിന്ന് ഈ പാർട്ടിയെ പുറത്താക്കാൻ, സ്വന്തം ക്യാബിനറ്റിൽ നിന്ന് ജനതാദളത്തിന്റെ മന്ത്രിയെ പുറത്താക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഒറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ക്ലോക്ക് ചിഹ്നമായിട്ട് അജിത് പവാറിന്റെ NCP ആണ് മഹാരാഷ്ട്രയിലെ BJP-യുടെ സഖ്യകക്ഷി. ഈ കേരളത്തില് അതേ പാർട്ടിക്കാർ ഈ പറഞ്ഞ പിണറായി വിജയന്റെ ക്യാബിനറ്റിലുണ്ട്, മുന്നണിയിലുണ്ട്. ക്ലോക്ക് ഞങ്ങളുടെ ചിഹ്നമല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു NCP-കാരൻ, അജിത് പവാറിനെ തള്ളിപ്പറയാൻ ഏതെങ്കിലും കേരളത്തിലെ ഒരു NCP-കാരൻ ഈ ശശീന്ദ്രന്റെ എങ്കിലും നാവ് പൊങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നരേന്ദ്രമോദി ഭരണത്തിന്റെ പരിലാളനകൾ ഏറ്റവും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് 2020 മുതൽ കേസന്വേഷണം നടത്തുന്നുണ്ട് എന്ന ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അവർ നടത്തിയ വെളിപ്പെടുത്തല്. എന്താ ഈ 4 കൊല്ലം അതൊക്കെ മറച്ചു പിടിക്കേണ്ടി വന്നത്? ഇവരും BJP-യും തമ്മിലുള്ള അന്തർധാരയല്ലേ? കേരളത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള BJP-യുടെ പിണിയാളും ഏജന്റും ദല്ലാളുമാണ് പിണറായി വിജയൻ. അവർക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ആവർത്തിച്ച് ഇങ്ങനെ കുറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം ഗോപികൃഷ്ണ, 2016 ഹബീബ്പൂർ എന്ന മണ്ഡലത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയിരുന്നു ഗഗൻ മുർമു എന്ന CPM-ന്റെ സീനിയർ നേതാവ്. അയാൾ 2019 ഉത്തര മാൾഡയിൽ BJP സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയായിട്ട് താമര ചിഹ്നത്തിന് മത്സരിച്ച് ജയിച്ചതിന് ശേഷമാണ് CPM-ന്റെ MLA പദവി രാജിവെച്ചത്. അവിടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് CPM നേതാക്കൾ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് മതനിരപേക്ഷ ശക്തികൾക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യത്തെ സംസ്ഥാനമായ കേരളത്തിൽ പോലും കോൺഗ്രസ് പ്രവർത്തകരെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിനെന്നാണ്. പത്മജ വേണുഗോപാൽ പോയതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ അതായത് മുരളീധരനെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം, പത്മജ വേണുഗോപാൽ ഉന്നയിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൽ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ, ഇനിയും കൂടുതൽ പേർ BJP-യിലേക്ക് പോകുമെന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അടിയുറച്ച് ഞങ്ങളുടെ നേതാക്കൾക്കും അണികൾക്കും ഇവിടെ നിൽക്കാൻ കഴിയും, ഈ പ്ലാറ്റ്ഫോമിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസമർപ്പിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അമിത അധ്വാനം കോൺഗ്രസിന് ഈ പുതിയ സാഹചര്യത്തിൽ ഇല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അമിത അധ്വാനം പോയിട്ട് ലഘുവായ ഒരു ഇടപെടലിൻ്റെ പോലും ആവശ്യമില്ല. കാരണം CPM എന്ന പാർട്ടിയും പിണറായി വിജയൻ എന്ന നേതാവൊക്കെ ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ JDS-നെ ഒരൊക്കത്തും NCP-യെ മറ്റൊരൊക്കത്തും താങ്ങി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന പിണറായി വിജയനും CPM-ഉം ആണോ ഇവിടെ BJP ബാന്ധവത്തെക്കുറിച്ചും BJP-യെക്കുറിച്ചും പറയുന്നത്? പ്രിയപ്പെട്ട ഗോപികൃഷ്ണൻ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നേരത്തെ ഇവിടെ ഈ പ്രകാശൻ മാഷ് പറഞ്ഞ എണ്ണമൊന്നുമല്ല. ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയ മൊറാർജി ദേശായിയും ചരൺ സിംഗും VP സിംഗും ചന്ദ്രശേഖറും ഒക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. പിന്നെ അല്ലേ നിങ്ങൾ ഈ 4.25 ആളുകളെ പറ്റി ഇങ്ങനെ ചർവണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നൊരു നരേറ്റീവ് സ്ഥാപിച്ചെടുക്കാൻ ആവർത്തിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. ഇവിടെ പത്മജ വേണുഗോപാൽ പോയത് അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥ മോഹ ലോഭാദികൾ കാരണമായിരിക്കാം. അവർ പോകട്ടെ, അത്തരക്കാരൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തു നിന്നും പോകും. അതൊന്നും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുമ്പ് കടിച്ച ഒരു നേരിയ ആഘാതം പോലും ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇത് അതിശക്തമായി വർദ്ധിത വീര്യത്തോടുകൂടി മുന്നോട്ട് പോകും. താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഗോപീഷ ഒരു ഒറ്റക്കാര്യം അല്ലല്ല ഗോപീഷ, ഒരു വാചകം പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ അവസാനിപ്പിച്ച ഒറ്റ വാചകം. ഈ രാഹുൽ ഗാന്ധി ഒരു മഹാമേരുവിനെ പോലെ ഈ രാജ്യത്ത് മോദിക്കെതിരെ പൊരുതുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാനലാണ് കേരളത്തിൽ UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പാനൽ നോക്കിയിട്ട് ഇവരൊക്കെ ഇത്തരത്തിലൊക്കെ BJP ആഭിമുഖ്യം പറയുമ്പോൾ ഇതൊക്കെ അമ്പിളിമാമനെ കണ്ട് കുരക്കുന്ന ശ്വാനന്മാർക്ക് തുല്യമാണ് എന്നതിനപ്പുറം ഒരു സമീകരണവും എനിക്കതേക്കുറിച്ച് പറയാനില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് ഗോപികൃഷ്ണ. ഞാൻ വരാം.